ഓഗസ്റ്റ് 13-ാം തീയതിയാണ് നമ്മുടെ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമ്മുടെ മുന്നിലുള്ളത് വെറും 50 ദിവസങ്ങൾ മാത്രമാണ്. നോക്കൂ, നമ്മൾ ഈ SSLC എക്സാമിന് വേണ്ടിയിട്ട് ഒരു ഏപ്രിൽ ആദ്യവാരമൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസവും 15 ദിവസവും ഒക്കെ കഴിഞ്ഞു. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ ഒരു 50 ദിവസം ഉണ്ടെങ്കിലും ഈ 50ാമത്തെ ദിവസം ആയിരിക്കരുത് നമ്മൾ പഠിച്ചു തീർക്കേണ്ടത്. നമുക്കൊരു 40 ദിവസം കൊണ്ടെങ്കിലും പഠിച്ചു തീർത്ത് നെക്സ്റ്റ് 10 ഡേയ്സ് പ്രോപ്പറായിട്ട് റിവിഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. 10ാം ക്ലാസ്സിൽ നമുക്ക് ഏകദേശം 9 സബ്ജക്റ്റുകളിലായി 37ഓളം ചാപ്റ്റേഴ്സ് ഈ ഓണം എക്സാമിന് വേണ്ടി പഠിച്ചു തീർക്കാനുണ്ട്. അത് പഠിച്ചു തുടങ്ങുമ്പോഴേ നമുക്കത് എത്രത്തോളം വലിയൊരു ടാസ്ക് ആണ് എന്ന് മനസ്സിലാവുള്ളൂ. പല ആളുകളും അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാത്തതുകൊണ്ടാണ് അതിന്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാവാത്തത് എനിക്ക് തോന്നുന്നു. അത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചാപ്റ്ററുകളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് 80 മാർക്കിന്റെ എക്സാം ആണ്, മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ എഴുതാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്ററിന്റെ എല്ലാ പോർഷനും കവർ ചെയ്തുകൊണ്ട്, എല്ലാ ടോപ്പിക്സും കവർ ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ ചാപ്റ്ററുകളെ മുഴുവനായിട്ടും പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ എക്സാം റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ വർഷം 61,500 പേർക്ക് മുഴുവൻ വിഷയത്തിൽ A+ കിട്ടി. കഴിഞ്ഞ വർഷത്തിൽ 30,000 ആയിട്ട് ചുരുങ്ങി. അപ്പൊ ഈ എക്സാമിന്റെ പാറ്റേൺ ആയാലും ചോദ്യങ്ങളുടെ സ്ട്രക്ചർ ആയാലും ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആയി വരുന്നുണ്ട്. അല്ലെങ്കിൽ നന്നായി പഠിക്കുന്നവർക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ പരീക്ഷകളെ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. അതിന് നേരത്തെ തയ്യാറെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നിങ്ങൾക്ക് പാസ് മാർക്ക് നേടാനുള്ള കുറച്ച് സർഫസ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുക. നേരെ മറിച്ച് നമ്മളെ സംബന്ധിച്ച് A+ ഡിസൈഡ് ചെയ്യുന്ന കുറച്ചുകൂടെ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മാർക്ക് നേടാൻ കഴിയണമെങ്കിൽ കൃത്യമായിട്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ, അതും ഇത്രയും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് ആവശ്യമാണ്, ഒരു മെന്റർഷിപ്പ് ആവശ്യമാണ്. ഈ കാര്യങ്ങളെ കൃത്യമായി അനലൈസ് ചെയ്യുന്ന ഒരു ടീമിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു കാര്യം പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു ദിവസം ഭയങ്കര മോട്ടിവേറ്റഡ് ആയി നിങ്ങൾ പഠിച്ചു തുടങ്ങും. അന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ചിലപ്പോൾ ഒരു പേജ് മാത്രം വായിച്ചുകൊണ്ടിരിക്കും റിപ്പീറ്റഡ് ആയിട്ട്. അങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ മുന്നിൽ വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ടൈം മാത്രമാണുള്ളത്. ആ ടൈമിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇപ്പൊ എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ചോയ്സുകളിൽ ഒന്ന് സൈലത്തിന്റെ അസ്ത്ര ബാച്ച് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾ പറയുമ്പോൾ ഓൾറെഡി 20,000-ലധികം കുട്ടികൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. അവർ എക്സാമുകൾ എഴുതുന്നുണ്ട്, റിവൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഓട്ടത്തിൽ പിറകിലായി പോകരുത്. കാരണം നമുക്ക് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു അക്കാദമിക് ഇയർ ആണിത്. ഒരു പബ്ലിക് എക്സാം ഫേസ് ചെയ്യേണ്ട അക്കാദമിക് ഇയർ ആണ്. ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, സാർ ഞങ്ങൾക്ക് ഇപ്പോഴും അലോട്ട്മെന്റിൽ എവിടെയും സീറ്റ് കിട്ടിയിട്ടില്ല, എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കുട്ടികൾ ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്. ആ കുട്ടികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിങ്ങൾക്കും അലോട്ട്മെന്റ് വരുന്ന സമയമായിരിക്കും. അപ്പം നമ്മളുടെ റിസൾട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് നേരത്തെ തുടങ്ങേണ്ടതുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ ഓഫർ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് മഴക്കാലമാണ്, മൺസൂൺ സീസൺ ആണ്. അപ്പൊ സൈലം നിങ്ങൾക്ക് വേണ്ടി ഒരു മൺസൂൺ ഓഫർ എന്ത് ചെയ്തിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്താണ് സർ ഓഫർ? ഈ ഓഫറിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. നമുക്ക് ഇപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 10% ഓഫ് നമ്മുടെ ഫീസിൽ ഉണ്ടാകും. സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ എത്രയും നന്നായിട്ട് പഠിക്കുന്നോ അത്രയും നല്ല മാർക്കിലേക്ക്, നല്ല റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എടുക്കാവുന്ന ഏറ്റവും സ്മാർട്ടായ ഒരു ചോയ്സ് ആണ് സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ വിളിച്ചിട്ട് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് നമ്മൾ എത്തണം. നമുക്ക് ബാച്ചിൽ കാണാം. അടിപൊളിയായിട്ട് പഠിക്കാം. ഹാപ്പി ലേണിംഗ് എവരിവൺ.